കോഴിക്കോട്ടേക്ക് പോകണം. കോഴിക്കോട്ട് മിഠായി തെരുവിൽ നിന്ന് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, നമുക്കറിയാം ഈ ഓണത്തിരക്കിലല്ലാതെ തന്നെ മിഠായി തെരുവിൽ വലിയ തിരക്ക് ഈ വൈകിട്ടുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതിപ്പോൾ ഓണം കൂടി ആയതോടുകൂടി, ഉത്രാടപ്പാച്ചിലായതോടുകൂടി അവിടെ നിൽക്കാനിടമില്ലാത്ത തരത്തിലുള്ള തിരക്കുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ താരതമ്യേന വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും. നമുക്കറിയാം, കുടുംബാംഗങ്ങൾക്കൊക്കെ വസ്ത്രങ്ങളൊക്കെ വാങ്ങാനായി നമ്മൾ കോഴിക്കോട് നഗരത്തിലൊക്കെയുള്ള ആളുകൾ, പരിസരങ്ങളിലൊക്കെയുള്ള ആളുകളൊക്കെ മിഠായി തെരുവിനെയാണ് ആശ്രയിക്കാറ്. എന്താണ് ഈ സമയത്ത് അവിടെയുള്ള കാഴ്ചകൾ, രാഹുൽ? റിജിത്ത്, നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നാണ് പഴഞ്ചൊല്ല്. മലയാളികളുടെ ഉത്രാടപ്പാച്ചിലിനൊപ്പം നമ്മളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടം എത്തി നിൽക്കുന്നത് മിഠായി തെരുവിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സൂചി കുത്താൻ ഇടയില്ലാത്ത പോലെ ഒരു തിരക്ക്, തിക്കും തിരക്കും എന്ന് തന്നെ പറയാം. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ, റിജിത്ത് അറിയാവുന്നതാണ്, ഇവിടെ വളരെ വിലക്കുറവിൽ ഏത് സാധനങ്ങളാണെങ്കിലും ലഭ്യമാവുന്ന ഒരു സ്ഥലം കൂടിയാണ് മിഠായി തെരുവ് എന്ന് പറയുന്നത്. വസ്ത്രങ്ങൾക്ക് വസ്ത്രം ലഭിക്കും, ഫോൺ വേണമെങ്കിൽ ഫോൺ ലഭിക്കും, ചെരുപ്പ് വേണമെങ്കിൽ ചെരുപ്പ് ലഭിക്കും, അങ്ങനെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ന് പറയുന്നത്. ഓണം എന്ന് പറയുന്നത് ഈ കേരളീയ ഡ്രസ്സുകൾ ലഭ്യമാക്കുന്ന, അല്ലെങ്കിൽ കേരളീയ ഡ്രസ്സുകൾ അണിയുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതേ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടുത്തെ ആളുകളെ കാത്തു നിൽക്കുന്നത് ഇതേപോലത്തെ നിരവധി ഓണം, കേരളം, അങ്ങനെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഉടുക്കാൻ പറ്റുന്ന, ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെയാണ് ഈ കടകളിൽ, ഇത്തരത്തിലുള്ള കടകളിലെല്ലാം തന്നെ നിൽക്കുന്നത്. അതുപോലെ തന്നെ വലിയ തിരക്കുണ്ട് ഇവിടെ. നമുക്ക് ആളുകളുടെ ചില പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാം എന്ന് തോന്നുന്നു. ഈ മൈക്കൊക്കെ കാണുമ്പോൾ ആളുകൾ ഓടുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം ഇത്തവണ? ഓണം അടിപൊളിയാണ് അല്ലേ? കഴിഞ്ഞ വർഷത്തെ കാലൊക്കെ അടിപൊളിയാണ്, ടോപ്പാ. അത് തന്നെയാണ് ആ ചേട്ടൻ പറഞ്ഞത്, അങ്ങനെയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം? ഉഷാറായി. നാളെ എങ്ങനെയാ പ്ലാൻ? ഓണം പ്ലാൻ എങ്ങനെയാ? ഓണം നല്ല കൊണ്ടുപോകാം, നമുക്ക് നോക്കാം. സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായി. അടിപൊളി. ഒരു ഫാമിലി ഒരു വാവയൊക്കെ ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണ ഓണം? എങ്ങനെയാണ്? ഉഷാറോണം. നല്ല രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ, മഴയൊക്കെ മഴയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു? വാങ്ങിയതാ, എന്നിട്ട് ഇപ്പോഴും തിരക്ക് തന്നെയാണ് സാധനം വാങ്ങുന്നത്. എന്തെങ്കിലും വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടോ? ഇല്ല, മുല്ലപ്പൂ വാങ്ങണം, അതാണ് പ്രധാനം നാളത്തേക്ക്. തിരുവനന്തപുരത്തൊക്കെ മുല്ലപ്പൂവിന് 1000 രൂപ വിലയാന്നാ പറയുന്നത്. ഇവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോ? നല്ല വില ഉണ്ട്. പക്ഷെ വേറെ വഴിയില്ലല്ലോ. ഇല്ല, എന്തായാലും വെക്കണ്ടേ. ഇന്നലെ സ്കൂളിൽ അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ച്. അപ്പോ കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ട് ഇത്തവണ? ഉഷാറാണല്ലേ? ഈ തിരക്ക് അത് തന്നെയാണ്, ഈ ഉഷാറ് സൂചിപ്പിക്കുന്ന തിരക്കാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ ആളുകളെ മാടി മാടി വിളിക്കാൻ ഓരോരുത്തരും ഈ കടകൾക്ക് മുന്നിൽ ഉണ്ടാകും. അങ്ങനെ സാധനം വാങ്ങാൻ വരാത്ത ആൾക്കാരും, സാധനം വാങ്ങാം എന്ന് ഓർത്ത് വരാത്ത ആൾക്കാരും ഈ മാടി മാടി ആൾക്കാരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ കടകളിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്ന ഒരു സാഹചര്യം കൂടി മിഠായി തെരുവിലുണ്ട്. എന്താണെങ്കിലും ഉത്രാടപ്പാച്ചില് അതിന്റെ ഫിനിഷിംഗിലേക്ക് എത്തുമ്പോൾ വലിയ തിരക്കാണ് മിഠായി തെരുവിലും. ശരി, രാഹുൽ സുരേഷ് മിഠായി തെരുവിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സാധാരണ നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങാനൊക്കെ പോകുമ്പോൾ വലിയ തിരക്കൊക്കെ അനുഭവപ്പെടുന്നത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഓണത്തിന്റെ തലേന്നും ഓണ ദിവസങ്ങളിലുമൊക്കെ ഈ തിരക്ക് പോലും നമുക്കൊരു സന്തോഷമാണ് എന്നുള്ളതാണ്.